സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 77.97 ആണ് വിജയശതമാനം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 72.49% വിജയം. ജൂൺ 29 മുതൽ ജൂലൈ 3 വരെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടക്കും. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം 2026 മാർച്ച്. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ആകെ 1990 സ്കൂളുകളിൽ നിന്ന് റെഗുലർ വിഭാഗത്തിൽ 3,72,423 പേർ പരീക്ഷ എഴുതി. പരീക്ഷയിൽ 2,09,398 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയം 77.97%. മുൻ വർഷം ഇത് 77.81% അപ്പോൾ ഒരു 0.16% ഇത്തവണ കൂടുതലാണ്. KG ശ്രീജിത്തുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്നാലും പ്ലസ് ടു പരീക്ഷാഫലം പ്രഖ്യാപിക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെക്കാളും നേരിയ വിജയശതമാനത്തിൽ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ. ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷാഫലമാണ് പ്രഖ്യാപിച്ചത്. മുൻവർഷത്തേക്കാൾ നേരിയ വർധനവ് ഈ പരീക്ഷയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻവർഷത്തേക്കാൾ 0.16% വർദ്ധിച്ചിരിക്കുന്നത്. നിലവിൽ 77.97% ആണ് വിജയശതമാനം ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. അത് നേരിയ വർധനവ് തന്നെയാണ്. അത് മന്ത്രിയായിരുന്നു അത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം ഇതിൽ പരിശോധിക്കേണ്ടത്, ഹയർ സെക്കൻഡറിയോടൊപ്പം തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും 72.49% വിജയമുണ്ട്. ഇതിലും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണ്. മറ്റൊരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1990 സ്കൂളുകളിലായി 3 ലക്ഷത്തിലധികം പേരാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 2,90,398 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. ഇതിൽ 68.41% ആൺകുട്ടികളാണ്. അതോടൊപ്പം തന്നെ 86.89% പെൺകുട്ടികളാണ്. കാരണം ഈ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ വിജയം കൊയ്തിരിക്കുന്നത് പെൺകുട്ടികളാണ്. അത് നാം ഈ പരീക്ഷ പരിശോധിക്കുകയാണെങ്കിൽ അത് എല്ലാ പരീക്ഷയിലും ഈ സബ്ജക്റ്റുകൾ പരിശോധിക്കുകയാണെങ്കിലും അത് അത്തരത്തിലുള്ള ഒരു വലിയ മുന്നേറ്റമാണ് പെൺകുട്ടികൾ ഉണ്ടായിരിക്കുന്നത്. അത് സയൻസിലായാലും കൊമേഴ്സിലായാലും ഹ്യൂമാനിറ്റീസിലായാലും എല്ലാം പെൺകുട്ടികളുടെ വലിയൊരു മികച്ച പ്രകടനം തന്നെ ഈ പരീക്ഷയിൽ ഉണ്ടായിരിക്കുന്നു. മറ്റൊരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ മുൻകാലങ്ങളിൽ നിന്നും വലിയൊരു വർധനവ് തന്നെയാണ് ഈ പരീക്ഷയിൽ ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. മുൻ പരീക്ഷകളിൽ നിന്നും മെച്ചപ്പെട്ടൊരു ഫലം തങ്ങൾ പ്രതീക്ഷിച്ചതായി ഈ മന്ത്രിയും വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ പരീക്ഷ പരാജയപ്പെട്ടവരുടെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ ഡേറ്റും ഇതോടൊപ്പം തന്നെ മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂൺ 29 മുതലാണ് ഈ പരീക്ഷ നടക്കുന്നത്. ജൂൺ 29 മുതൽ ജൂലൈ 3 വരെയാണ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുന്നത്. മറ്റൊരു കാര്യം നാം പരിശോധിക്കുകയാണെങ്കിൽ ഈ സയൻസ് ഗ്രൂപ്പ്, അത് പ്ലസ് ടുവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ സയൻസ് ഗ്രൂപ്പിൽ 84.55%, അതോടൊപ്പം തന്നെ ഹ്യൂമാനിറ്റീസിൽ 66.38%, കൊമേഴ്സിൽ 74.74% വിജയശതമാനം. അതിൽ സയൻസിലാണ് മികച്ച വിജയം സ്വന്തമാക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞിരിക്കുന്നത്. അവർക്ക് 84.55% വിജയം കൊയ്യാൻ കഴിഞ്ഞപ്പോൾ ഹ്യൂമാനിറ്റീസിൽ അത് വളരെ കുറവാണ്. 68.38%-ലേക്കെല്ലാം കുറയുന്ന സാഹചര്യമുണ്ടായി. പിന്നെ മറ്റൊരു കാര്യം, ഈ കാസർഗോഡ് ജില്ലയാണ് എല്ലാ കാലത്തെയും പോലെ തന്നെ ഏറ്റവും മോശം പ്രകടനം ഈ എക്സാമിൽ നടത്തിയിരിക്കുന്നത്. ഈ പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിജയം കൊയ്തിരിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ്. പിന്നീട് ടെക്നിക്കൽ ഫലം 72.82%, 50 പേർക്ക് ഫുൾ A+ ഈ പ്ലസ് ടുവിൽ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിൽ 84.64%. ഏറ്റവും കുറവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലാണ്. അവിടെ 71.72% മാത്രമായിരുന്നു ഈ വിജയശതമാനം ഉണ്ടായിരിക്കുന്നത്. 76 സ്കൂളുകൾ 100% വിജയം നേടി. ഇതിൽ 9 സർക്കാർ സ്കൂളുകളുണ്ട്. സർക്കാർ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം അത് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം 100% വിജയം സ്വന്തമാക്കാൻ സർക്കാർ സ്കൂളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് 9 സ്കൂളുകൾക്കാണ് കഴിഞ്ഞത്. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയത്. 60 പേർക്ക് മുഴുവൻ മാർക്കും ലഭിച്ചു. അത് 1200-നാണ്. 1200-ൽ 1200 ലഭിച്ച
60 കുട്ടികളിലധികമുണ്ട്. ഇതിൽ 50 പേർ പെൺകുട്ടികളാണ്. അവിടെയും വിജയം കൊയ്യാൻ പെൺകുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഈ 60 പേർക്ക് മുഴുവൻ മാർക്ക് 1200 മാർക്ക് ലഭിച്ചതിൽ 50 പേരും പെൺകുട്ടികളാണ്. 10 പേർ മാത്രമാണ് ആൺകുട്ടികൾ. അങ്ങനെ 10ലേക്ക് ആൺകുട്ടികൾ ചുരുങ്ങിയിരിക്കുന്ന ഒരു സ്ഥിതിയും നമുക്കിതിൽ കാണാം. കഴിഞ്ഞ വർഷം 41 പേർക്കായിരുന്നു മുഴുവൻ മാർക്ക് 1200 മാർക്ക് ലഭിച്ചതെങ്കിൽ ഇത്തവണ അത് 60ലേക്ക് 19 പേരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. ഏറ്റവും കൂടുതൽ A+ നേടിയ ജില്ല മലപ്പുറമാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ പേർ പരീക്ഷ എഴുതിയതും ആ സ്ഥലത്ത് ആ ജില്ലയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ A+ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും പരാജയപ്പെട്ടവർക്കുള്ള ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ ജൂൺ 29 മുതൽ ജൂലൈ 3 വരെ നടക്കും. ശരി, വ്യക്തമാണ്. KJ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. KV Memorial English Medium School near St. Mary's Canning Center, MC Road, Adur. Classes play class to standard 4. Our specialties: quality education, smart class, music, dance and yoga, molding future generation, kids loving passionate teachers, vehicle facility available, an integrated package at affordable cost. KV Memorial English Medium School near St. Mary's Canning Center, MC Road, Adur. Email kvmenglishmediumschool@gmail.com. Web kvmems.in. Learn every moment. Live long life.